ഹോസ്പിറ്റലിലെ CCTV ഫുട്ടേജ് നോക്കിയാൽ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയേക്കും. ആ അത് ശരിയാണ് സാർ. പക്ഷെ അയാളാണോ അപ്പുവിൻ്റെ ഈ തീരുമാനത്തിന് പിന്നിലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ സാർ. നമ്മളങ്ങനെ സംശയിക്കുന്നതല്ലേ ഉള്ളൂ. ഏതായാലും ഞാൻ അയാളുടെ ഡീറ്റെയിൽ ഒന്ന് തപ്പിയെടുക്കാൻ പറ്റും നോക്കട്ടെ. പിന്നെ ഇതിനിടയിൽ അപ്പുവിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ആ വിവരം എന്നെ ഒന്ന് അറിയിക്കണം. തീർച്ചയായും സാർ. സാർ അപ്പുവിൻ്റെ വീട്ടിൽ അറിയിച്ചു ഈ വിവരം? ഇല്ല, അറിയിക്കണം. ഗീതാ മാഡം എന്നെ വിശ്വസിച്ചാണ് അപ്പുവിൻ്റെ കാര്യത്തിൽ സമാധാനമായിട്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായെന്നറിയുമ്പോൾ അവരെങ്ങനെയാവും റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ അയാളുടെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനൊരു പരിധിക്കപ്പുറം എതിർക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ഏതായാലും അപ്പോയിൽ നിന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാവോ ഇല്ലയോ എന്ന് നമുക്ക് ഇന്നൊരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. സാർ പോലീസ് ഒരു കംപ്ലൈൻറ്റ് നോക്കാം. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഞാൻ വിളിക്കാം ദക്ഷ. ശരി സാർ. എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എന്താ വിജയ്, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ് നത്തിങ്. എത്രയോ വർഷങ്ങൾ കൂടിയാണ് ഞാൻ ഡെയ്സിയെ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങനെ നോക്കി നിന്ന് പോയെന്നേ ഉള്ളൂ. വിജയ്, നമ്മളിത് ആദ്യമായിട്ടല്ല പരസ്പരം കാണുന്നത്. കുറച്ചുനാൾ മുമ്പാ ഞാനും മോനും ഈ നഗരത്തിലേക്ക് വന്നത്. അന്ന് ഞാൻ ആദ്യം കാണാൻ വന്നത് വിജയിയാ. ഓ, ഗീതയും ജോബിനൊക്കെ അത് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ ഡെയ്സി അറിഞ്ഞു കാണുമല്ലോ. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ കാലത്തെ കുറച്ച് ദിവസങ്ങൾ എൻ്റെ കലണ്ടറിൽ നിന്ന് മിസ്സിങ്ങാ. ഉവ്വ്, ഗീത പറഞ്ഞിരുന്നു. വിജയ് വരൂ, അകത്തേക്കിരിക്കാം. വിജയ് ഇരിക്കെ. മാള് ഇവിടെയാണോ അതോ? അവളിവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. മാളു, ദേ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. വീപ്പങ്കിൾ എപ്പോ വന്നു? ദേ ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളല്ലേ. എൻ്റെ ഓർമ്മയില് ഞാൻ ഇപ്പോഴാ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം ഡേയ്സിയെ കാണുന്നു. ആ പരിചയം ഒന്ന് പുതുക്കിയതാ. വായിരിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നപ്പോൾ മുതൽ എല്ലാവരും ഒന്ന് കാണണം തോന്നി. ഡേയ്സി മോൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് അറിഞ്ഞു. എന്നാ പിന്നെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. അല്ല, ഡോക്ടർ എവിടെ? ഹോസ്പിറ്റലിലേക്ക് പോയോ? ഇല്ല അങ്കിൾ, ഡോക്ടർ ഇപ്പോ ബെഡ് റെസ്റ്റിലാ. ബെഡ് റെസ്റ്റിലോ? എന്തു പറ്റി? ജോബിനൊരു ആക്സിഡന്റ് പറ്റി വിജയ്. ഒരു ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ചു വരുന്ന വഴി ഒരു 2 വീലർ വന്ന് ഇടിച്ചതാ. എന്നിട്ട് സീരിയസ് ആയിട്ട് എന്തെങ്കിലും? ഏയ്, അത്ര സീരിയസ് ആയിട്ടൊന്നും പറ്റിയില്ല. കാലിലൊരു ഹെയർലൈൻ ഫ്രാക്ചർ. 2-3 ആഴ്ച റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അത്രേ ഉള്ളൂ. എന്തു പറ്റിയത്? എല്ലാവർക്കും ഈയിടെയായിട്ട് മോശം സമയമാണല്ലോ. എൻ്റെ കാര്യം ഇങ്ങനെ. ദേ ഇവിടെ വന്നപ്പോൾ ഡേയ്സിയുടെ മോനും ബെഡ് റെസ്റ്റ്. ഇന്നലെ മുരളിക്കും എന്തോ ആക്സിഡന്റ് പറ്റി. അയ്യോ, അച്ഛൻ എന്തു പറ്റി? അല്ല, മോളോട് അമ്മയൊന്നും പറഞ്ഞില്ലേ? ഇല്ല അങ്കിൾ, എന്താ അച്ഛന് പറ്റിയത്? ഏയ്, അങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമില്ല.
രാവിലെ ഞാൻ അവിടെ പോയപ്പോ മുരളി എണീച്ചിട്ടില്ല, കിടക്കുമായിരുന്നു. എവിടെ ഒന്ന് വീണതാണെന്നാ അശ്വതി മുരളിയും പറഞ്ഞത്. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. കാര്യമായിട്ട് മുറിവ് വല്ലതും ഉണ്ടോ വിജയ്? ഏയ് ഒന്നുമില്ലെന്നേ. അത്ര സാരമുള്ളതല്ലെന്നാ മുരളി എന്നോട് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും മോളെ അറിയിക്കായിരുന്നത്. ഞാൻ ജോബിനൊന്ന് കാണട്ടെ. എവിടെ, റൂമിലാ? അങ്കിള് വരൂ. ഞാൻ ചായ എടുക്കാം, റൂമിലേക്ക് കൊണ്ടുപോ മോളെ. ഏയ് മോള് വിഷമിക്കാതെ. അത് അത്ര വലിയ പരിക്കൊന്നും അല്ലെന്നേ. വാ, നമുക്ക് ജോബിനെ കാണാം. ഏയ് വേണ്ട വേണ്ട, ഇരുന്നോ. അങ്കിൾ ഇരിക്കെ. അങ്കിൾ, അച്ഛൻ എങ്ങനെയുണ്ട്? അങ്കിളിനോട് സംസാരിച്ചോ? എന്താ കുട്ടി ഇത്? അങ്ങനെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ അവർ അറിയിക്കാതിരിക്കുമോ? അത്ര നിസാരായതുകൊണ്ടല്ലേ നിന്നോട് അവർ പറയാതിരുന്നത്. പേടിക്കാനൊന്നുമില്ല. എന്താ അങ്കിൾ, എന്താ സംഭവം? ഒന്നും പറയണ്ട ജോബിൻ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാനിന്ന് രാവിലെ മുരളി കാണാൻ അവിടെ ചെന്നിരുന്നു. അപ്പോ പുള്ളിക്കാരൻ കിടപ്പിലാണെന്ന് പറഞ്ഞു. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ എവിടെയൊന്ന് സ്ലിപ്പായി തലയടിച്ച് വീണെന്നാ പറഞ്ഞത്. കഷ്ടകാലത്തിന് ഞാനിവിടെ വന്നപ്പോ അത് മാളുവിനോടൊന്ന് പറഞ്ഞുപോയി. ഞാൻ കരുതി ഇന്നലെ തന്നെ ഇവിടെ അറിഞ്ഞിട്ടുണ്ടാവുന്ന. നിങ്ങളോട് മുരളി അശ്വതി അത് പറഞ്ഞിട്ടില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനെപ്പറ്റി മിണ്ടുകയില്ലായിരുന്നു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ പറഞ്ഞത് അബദ്ധമായ ജോബിൻ. എന്റെ ഈ ആക്സിഡന്റ് കൊണ്ടേ ആളൊന്ന് പേടിച്ചിരുന്നതാ. അതിന്റെ കൂടെ മുരളിയങ്ങളുടെ കാര്യം കൂടി കേട്ടപ്പോ അവളുടെ ടെൻഷനൊന്ന് കൂടിയെന്നേ ഉള്ളൂ. അല്ല, അങ്കിളിന് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് ഇല്ലെന്നാ എന്നോട് പറഞ്ഞത്. ശ്ശേ, ഇതെന്താ എല്ലാവർക്കും ഇങ്ങനെ മോശം സമയം? ഇപ്പൊ എങ്ങനെയുണ്ട് ജോബിന്? എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്കിൾ. നടക്കാനൊരു ലേശം ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. അല്ല, വിജയങ്ങൾ എന്റെ കാര്യം അറിഞ്ഞിട്ട് വന്നതാണോ? അല്ല, ഞാനിവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഡെയ്സി ഒന്ന് കാണാൻ വന്നതാ. എന്റെ പഴയ ക്ലാസ്മേറ്റ് അല്ലേ. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വന്ന് കണ്ടില്ലെങ്കിൽ അത് മോശാവില്ലേ? അമ്മ, എന്നോട് ഒളിക്കാൻ നോക്കണ്ട. അച്ഛൻ എന്താ പറ്റിയെന്ന് സത്യം പറയണം. ഇല്ലെങ്കിൽ ഞാനിപ്പോ വീപ്പങ്ങളുടെ കൂടെ അങ്ങോട്ട് വരും. ഇല്ല മാളു, അച്ഛന് സീരിയസ് ആയിട്ട് ഒന്നും ഇല്ലെന്നേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ നിന്നെ വിളിച്ചു പറയുമായിരുന്നില്ലേ? അച്ഛന്റെ മുറിവ് എങ്ങനെയുണ്ടെന്നല്ല ഞാൻ ചോദിച്ചത്. അച്ഛൻ എന്താ പറ്റിയെന്നാ. അത് പിന്നെ സത്യം പറയാമേ, അച്ഛൻ അയാളെ കാണാൻ പോയിരുന്നോ? അമ്മയോട് ഞാൻ ചോദിച്ചേ. നീ ഇനിയിപ്പോ ഇതൊന്നും ജോബിനോടൊന്നും പറയാൻ നിൽക്കണ്ട. ഇന്നലെ അച്ഛൻ അയാളെ കാണാൻ പോയിരുന്നു. അവിടെ ചെന്നപ്പോ അപ്പുവിന്റെ ഒരു ഫ്രണ്ട് ഇല്ലേ, ആതിര, ആ കുട്ടി അരുണും അയാളുടെ കൂട്ടുകാരും ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. അത് തടയാൻ ശ്രമിച്ച അച്ഛനെ അയാൾ ആക്രമിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ആ സമയത്ത് പോലീസിനെയും കൂട്ടി ആ വക്കീൽ അവിടെ എത്തി. അവരാ അച്ഛനെ അപ്പുവിന്റെ ആ ഫ്രണ്ടിനെയും രക്ഷിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞത് അച്ഛനോട് അയാളെ പോയി കാണണ്ടാന്ന്. ഞാനും അറിഞ്ഞില്ല മാളു. അച്ഛൻ വന്നപ്പോഴാ ഈ കാര്യങ്ങളൊക്കെ ഞാനും അറിയുന്നത്. അച്ഛന് സീരിയസ് ആയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല മോളെ, അങ്ങനെ ഒന്നുമില്ല. 1-2 ദിവസം റെസ്റ്റ് എടുത്താൽ മതിയെന്ന ഡോക്ടർ പറഞ്ഞത്. നീ ഇനിയിപ്പോ ഇതൊന്നും മനസ്സിൽ വെക്കണ്ട. അയാളുടെ ശല്യം ഇതോടൊന്നും ഒഴിവായിന്ന് കൂട്ടിയാൽ മതി. അവരുടനെ തന്നെ പോലീസിന്റെ വലയിലാകും. അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് അല്ലേ അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇനിയിപ്പോ നമ്മൾ പരാതി കൊടുത്തില്ലെങ്കിലും പോലീസ് അവർക്കെതിരെ കേസ് എടുക്കാതിരിക്കൊന്നുമില്ല. അല്ല, വിപിയേട്ടൻ എന്തിനാ അവിടേക്ക് വന്നത്? അറിയില്ലമ്മ. രാവിലെ ഇവിടെയും വന്നിരുന്നു. അച്ഛനൊന്നും വിട്ടുപറയാത്തത് കൊണ്ട് അത്ര സുഖത്തിലല്ല പോയത്. ഇനി ടീച്ചറുടെ അടുത്തൊന്നും ജോബിന്റെ അടുത്തൊന്നും എന്തെങ്കിലും അറിയാനാവും. ആളിപ്പോ അവിടെ ഉണ്ടോ? ഉണ്ടമ്മ, ആന്റിയായിട്ട് സംസാരിക്ക. എന്നാ നീ അങ്ങോട്ടൊന്നും പോവണ്ട. നിന്നെ കണ്ടാല് നിന്നോടും ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ശരിയമ്മ. ഡേസി, ഞാൻ ചോദിച്ചതിന് ഉത്തരവൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തു പറയാനാ വിജയ്? പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ നഗരത്തിലേക്ക് വന്നിട്ട് അധിക കാലമൊന്നും ആയില്ല.
ഒരുപക്ഷെ മുരളിക്കും അശ്വതിക്കും അറിയുന്നതിനേക്കാൾ കൂടുതൽ വിജയുടെ കാര്യം എനിക്കോ ജോബിനോ അറിയൂന്ന് തോന്നുന്നില്ല. അവർക്കറിയാൻ പറ്റാത്ത കാര്യം ഞാൻ എന്താ വിജയോട് പറയേണ്ടത്? ഡെയ്സി, ഉറങ്ങുന്ന ഒരാളെ വിളിച്ചുണർത്താം. ഉറക്കം നടിക്കുന്നവരോട് അങ്ങനെ ഒരു സമീപനം പറ്റില്ല എന്ന് തനിക്കറിയാലോ. അശ്വതിയുടെയും മുരളിയുടെയും കാര്യത്തിൽ അവർ ഉറക്കം നടിക്കുന്ന ഒരു നിലപാടാണ് എന്നോട് കാണിക്കുന്നത്. അത് അവരുടെ കുറ്റമല്ലായിരിക്കാം. ഒരുപക്ഷെ ഗീതയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അവരെന്നോടൊന്നും വിട്ടു പറയാത്തത്. പക്ഷെ ഡെയ്സിയിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു സമീപനം അല്ല പ്രതീക്ഷിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ഡെയ്സിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് എന്റെ ഭൂതകാലം എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നതെന്നാണ് ഗീത അവകാശപ്പെടുന്നത്. അതിനെ സാധൂകരിക്കാൻ ഗീതയ്ക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടായേക്കാം. അവരെയൊക്കെ സംബന്ധിച്ച് എന്റെ ഭൂതകാലം ഒരു അടഞ്ഞ അധ്യായമായേക്കാം. പക്ഷെ എനിക്കൊരിക്കലും അതിനൊരു ക്ലോസ്ഡ് ചാപ്റ്ററായിട്ട് കാണാൻ പറ്റില്ലല്ലോ ഡെയ്സി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതും വിശ്വസ്തയുമായ സുഹൃത്ത് എന്റെ ഭാര്യ തന്നെയായിരുന്നു. മുരളിയെ ഞാനൊരു സുഹൃത്തിനേക്കാൾ ഉപരി ഒരു കൂടപ്പുറപ്പായിട്ടാണ് കണ്ടത്. പക്ഷെ ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും എന്നിൽ നിന്ന് ചിലതെല്ലാം മറച്ചു പിടിക്കാൻ വ്യഗ്രത കാണിക്കുമ്പോൾ അതിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഞാൻ കാണുന്നത്. ടു ബി വെരി ഫ്രാങ്ക്, അതുകൊണ്ടാണ് ഞാൻ ഡെയ്സി തിരഞ്ഞു വന്നത്. അവർക്കറിയാവുന്നതെല്ലാം ഡെയ്സിക്ക് അറിയണമെന്നില്ല. പക്ഷേ അവർക്കറിയാവുന്നതിൽ ചിലതെങ്കിലും ഡെയ്സി അറിഞ്ഞിരിക്കുമല്ലോ. ഒരു ഭാര്യയേക്കാൾ, ഒരു കൂടപ്പുറപ്പിനേക്കാൾ ചിലപ്പോൾ ഒരു നല്ല സൗഹൃദം നമ്മുടെ ഇരുട്ട് വീണ് നടക്കുന്ന ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരും. ഡെയ്സിയിൽ നിന്ന് തീർച്ചയായും ഞാൻ അങ്ങനെ ഒരു വെളിച്ചമാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ വിശ്വസ്തയായ സഹപാഠിക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുന്നത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഡെയ്സി, എന്റെ മകളും ഭാര്യയും ഞാനും അടങ്ങുന്ന എന്റെ കുടുംബത്തിന് എന്താ സംഭവിച്ചെന്ന് ഡെയ്സിയെങ്കിലും എന്നോടൊന്ന് തുറന്നു പറയും. നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഡെയ്സിയോട് ഞാൻ അങ്ങനെ ഒരു ഫേവർ ആവശ്യപ്പെടുകയാണ്. പ്ലീസ് ഡെയ്സി, ഇനി താനും കൂടി എന്നെ കൈയൊഴിഞ്ഞാൽ ഒരുപക്ഷെ ആത്മഹത്യ അല്ലാതെ എന്റെ മുന്നിൽ മറ്റൊരു പോംവഴിയില്ല. ജീവിതത്തിൽ അത്ര നിരാശനാണ് ഞാൻ. പറ, ഡെയ്സിക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ലേ? വിജയ്, എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഗീതയെ ഞാൻ സപ്പോർട്ട് ചെയ്യുമൊന്നുമല്ല. ഒരു കാര്യം ഞാൻ പറയാം. അറിഞ്ഞാൽ വേദനിക്കുന്നതാണ് വിജയ് തിരഞ്ഞു കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് മുതിരാതിരുന്നൂടെ? അതുകൊണ്ട് ഗുണം വിജയ്ക്ക് മാത്രമല്ല, അപ്പൂനും ഗീതയ്ക്കും കൂടിയാ. നോ, ഇങ്ങനൊരു സാരോപദേശം കേൾക്കാനല്ല ഡെയ്സി ഞാനിവിടെ വന്നത്. പറഞ്ഞല്ലോ, നിങ്ങളുടെയൊക്കെ കണ്ണിൽ എൻ്റെ ഭൂതകാലം അറിഞ്ഞിട്ട് എനിക്കൊരു മഹാകാര്യവും സാധിക്കാനില്ലായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഇരുട്ടിലാണ്ട ദിവസങ്ങൾ എന്നെ എൻ്റെ കുടുംബത്തെ അകറ്റുന്ന ഇരുട്ടിൻ്റെ ഒരു കണ്ണറ. അതെനിക്ക് ഒഴിവാക്കിയേ പറ്റൂ. എൻ്റെ ഭാര്യയും കുഞ്ഞിനെ എനിക്ക് പഴയതുപോലെ ചേർത്ത് പിടിക്കണമെങ്കിൽ എനിക്കറിയണം ആ കാലത്ത് ഞാൻ ആരായിരുന്നു എന്ന് എനിക്കറിയണം. വിജയ് പണിക്കർ എന്ന മോട്ടിവേറ്റർ എങ്ങനെ ഒരു മനോരോഗിയായതെന്ന് എനിക്കറിയണം. എൻ്റെ കുഞ്ഞിനെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. പ്ലീസ്, അതിന് ഡെയ്സി എന്നെ സഹായിക്കണം. ഇല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വല്ല... മതി വിജയ്. അവസാനിപ്പിക്കാനാണെങ്കിൽ വിജയുടെ ഭാര്യ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചേർത്ത് പിടിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇനി എന്താ വിജയ്ക്ക് അറിയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, എന്റെ മിസ്സിംഗ് പാസ്റ്റ് അതെനിക്ക് അറിഞ്ഞേ തീരൂ. വിജയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എനിക്കറിയാവുന്നത് ഞാൻ പറയാം. പക്ഷെ അതിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ വിജയ് തയ്യാറാണോ എന്നാണ് എന്റെ സംശയം. ബിലീവ് മീ ഡെയ്സി, അതിന്റെ അനന്തരഫലങ്ങൾ എന്തായാലും അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പറയൂ, എന്താ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? പറയാം, പക്ഷെ അത് ഇവിടെ വെച്ച് വേണ്ട. വിജയ് കാറിലല്ലേ വന്നത്? അതെ. ശരി,
എങ്കിൽ നമുക്കൊരു സ്ഥലം വരെ പോകാം. എനിക്ക് പള്ളിയിൽ കയറിയൊന്ന് പ്രാർത്ഥിക്കണം. വിജയ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ റെഡിയായി വരാം. സോറി, ഞാൻ വിചാരിച്ചതിലും കൂടുതൽ സമയം എടുത്തോ വിജയ്? ഹേയ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്താ ചിരിക്കുന്നത്? അല്ല, പഴയ ശീലങ്ങൾ ഡെയ്സി ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ എന്നോർത്ത് ചിരിച്ചു പോയതാ. പണ്ട് അലക്സിനെ പ്രണയിക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് ആ ബന്ധത്തെ അലക്സിന്റെ വീട്ടുകാർ എതിർക്കുന്നുണ്ടെന്നറിഞ്ഞ് രണ്ടുപേരും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും ഡെയ്സി ഇതുപോലെ പ്രാർത്ഥിച്ചു വരുന്നതും കാത്ത് ഞാൻ ചർച്ചിന് വെളിയിൽ ഇതുപോലെ വെയിറ്റ് ചെയ്തു നിന്നത് വെറുതെ ഒന്ന് ഓർത്തുപോയി. ഓർമ്മയുണ്ടോ അതൊക്കെ? മറക്കാൻ പറ്റില്ലല്ലോ അതൊന്നും. വിജയും അതൊന്നും മറന്നില്ല. ജീവിതത്തിൽ അന്നും ഇന്നും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ വളരെ കുറച്ച് സൗഹൃദങ്ങളെ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിലാകെയുള്ളൊരു പെൺസുഹൃത്ത് ഡെയ്സിയായിരുന്നു. അതുകൊണ്ട് ഇത്തരം ചില വിഷ്വൽസൊക്കെ മനസ്സിൻ്റെ ഒരു കോണിൽ ഇപ്പോഴും പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അതൊക്കെ വെറുതെ ഒന്ന് ഓർത്തുപോയി. ചെറുപ്പത്തിലെ അപ്പച്ചന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശീലം അത്. മനസ്സ് വല്ലാതെ കൺഫ്യൂസ്ഡ് ആവുമ്പോ തിരുരൂപത്തിന്റെ മുൻപിൽ പോയി കുറച്ചു നേരം ഇരിക്കും. അപ്പൊ മനസ്സ് ശൂന്യമായിരിക്കും. പക്ഷെ മടങ്ങുമ്പോ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് മനസ്സിൽ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകും. പലപ്പോഴും ആ തീരുമാനം ശരിയുമായിരിക്കും. ഇപ്പോൾ ഡെയ്സി എടുത്ത തീരുമാനവും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗീതയും മുരളിയൊക്കെ എന്തിനാണ് ചിലതൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നതെന്ന് എനിക്കറിയില്ല. ഡെയ്സി അമ്പിമാമനൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ എൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഡെയ്സി, നമുക്ക് ദുരൂഹമായി തുടരുന്നത് എന്തും നമ്മൾ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചും അത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനെ കുറിച്ചാകുമ്പോൾ. എന്തുകൊണ്ട് അപ്പുവിനെയും അവളെക്കുറിച്ചുള്ള കാര്യങ്ങളും അവരെന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നു? എന്തിന് എന്നെ രേഖകളിൽ ഒരു മനോരോഗിയായി നിർത്താൻ ശ്രമിക്കുന്നു? എന്റെ ഓർമ്മകളിലുള്ള ഞാനും ഇപ്പൊ ഇവരീ പറയുന്ന വിജയ് പണിക്കരും തമ്മിൽ ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല ഡേസി. എനിക്ക് എന്താ സംഭവിച്ചത്? ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. തനിക്കെന്താ സംഭവിച്ചതെന്നാണോ വിജയ്ക്ക് അറിയേണ്ടത്? അതോ അപ്പുവിന് എന്താ സംഭവിച്ചതെന്നാണോ? രണ്ടിലേത് ചോദ്യത്തിന് ഡേസി ഉത്തരം പറഞ്ഞാലും അത് ശേഷിക്കുന്ന ചോദ്യത്തിന്റെ തുടർച്ചയാവുമെന്ന് എനിക്കറിയാം. എനിക്ക് ഒന്നേ ഡേസി ഓർമ്മിപ്പിക്കാനുള്ളൂ, എന്നോട് സത്യം മാത്രമേ പറയാവൂ. എനിക്കെന്റെ പഴയ ചങ്ങാതിയെ വിശ്വസിക്കാമല്ലോ അല്ലേ? വിജയ് വരൂ, നമുക്കല്പം നടക്കാം. വരൂ. ജോബിന് ഈ നാട്ടിലൊരു ജോലി കിട്ടിയപ്പോ അവനൊപ്പം വരാൻ അവൻ ആവശ്യപ്പെടാതെ തന്നെ ഞാൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് വിജയ്ക്ക് ഊഹിക്കാമല്ലോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 കുടുംബങ്ങളുമൊത്ത് കുറച്ചുനാൾ സന്തോഷത്തോടെ കഴിയാലോ എന്നായിരുന്നു മനസ്സിലെ ആഗ്രഹം. പക്ഷെ വന്ന അന്ന് തന്നെ പുത്തരിയിൽ കല്ല് കടിച്ചതുപോലെയായിരുന്നു എന്റെ അനുഭവം. വിജയ്ക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല ഡേസി, സത്യമായിട്ടും അതൊന്നും എന്റെ ഓർമ്മയിലില്ല. പറയൂ,
അന്ന് എന്താ സംഭവിച്ചത്?